നമസ്കാരം. എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. രാശിചക്രത്തിലെ 8ാമത്തെ രാശിയായ വൃശ്ചികം രാശി ലഗ്നമായി വന്നാൽ എന്തെല്ലാമായിരിക്കും ഫലങ്ങൾ എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം. വിശാഖം നക്ഷത്രത്തിൻ്റെ 4ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളും ഈ രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ രാശിയുടെ പ്രതീകമായി കണക്കാക്കിയിരിക്കുന്നത് തേളാണ്. വൃശ്ചികം രാശിയുടെ അധിപൻ ചൊവ്വയാണ്. വൃശ്ചികം ലഗ്നക്കാർക്ക് അവരുടെ ബാല്യകാലം വളരെ ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും. ഈ സമയങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി ഓരോരോ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ആശുപത്രിവാസവും ഉണ്ടായേക്കാം. ഇവിടെ ലഗ്നാധിപനായ കുജന് 6ാം ഭാവാധിപത്യം കൂടി വരുന്നു. രോഗം, ശത്രുത, കടം തുടങ്ങിയവയുടെ എല്ലാം കാരകത്വം 6ാം ഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവർ പലപ്പോഴും സ്വന്തം പ്രവൃത്തി ദോഷങ്ങൾ കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ശത്രുത നേടിയെടുക്കുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. കാഴ്ചയിൽ വലിയ ധൈര്യശാലികളും തൻ്റേടക്കാരും ഒക്കെയാണെന്ന് തോന്നിക്കുമെങ്കിലും മനോധൈര്യം വളരെ കുറവായിരിക്കും. എങ്കിലും പ്രതിബന്ധങ്ങളെ സധൈര്യം നേരിട്ട് പ്രവർത്തന വിജയം നേടുന്നവരായിരിക്കും വൃശ്ചിക ലഗ്നക്കാർ. രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള ഇവരുടെ കഴിവ് അപാരം തന്നെ എന്ന് വേണം പറയാൻ. മാത്രമല്ല, തന്നെ ചതിക്കുന്നവർക്ക് അതേ പ്രകാരത്തിൽ തന്നെ തിരിച്ചടി നൽകാനും ഇവർ മിടുക്കരാണ്. നല്ല പ്രതാപത്തോടെയും പ്രൗഢിയോടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് വൃശ്ചിക ലഗ്നക്കാർ. വൃശ്ചികം രാശി ചന്ദ്രൻ്റെ നീചരാശിയാണ്. മനസ്സിൻ്റെ കാരകത്വം ചന്ദ്രന് ഉള്ളതിനാൽ ഇവർ പലപ്പോഴും ഓരോ തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നു. വീണ്ടു വിചാരമില്ലാതെ പലപ്പോഴും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നിയന്ത്രണാതീതമായ കോപവും മറ്റുള്ളവരോട് കുത്തുവാക്കുകൾ പറഞ്ഞ് അവരെ വേദനിപ്പിക്കുന്ന ഒരു സ്വഭാവവും വൃശ്ചിക ലഗ്നക്കാർക്കുണ്ട്. ചന്ദ്രൻ്റെ സ്വക്ഷേത്രമായ കർക്കിടകം രാശി 9ാം ഭാവമായി വരുന്നതിനാൽ ഭാഗ്യാധിപനായ ചന്ദ്രൻ വൃശ്ചികം ലഗ്നക്കാർക്ക് യോഗകാരകനാണ്. ചന്ദ്രൻ്റെ ദശാകാലത്ത് ഇവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. 2, 5 ഭാവാധിപത്യമുള്ള വ്യാഴവും വൃശ്ചിക ലഗ്നക്കാർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നു. ഇവർ വിദ്യയിൽ നിന്നും ധനം സമ്പാദിക്കുന്നതാണ്. ലഗ്നാധിപനായ ചൊവ്വ 3ാം ഭാവമായ മകരത്തിലാണ് ഉച്ചനാവുന്നത്. മകരം രാശിയുടെ ആധിപത്യം ശനിക്കാണ്. ഇവിടെ ശനി 3, 4 ഭാവങ്ങളുടെ ആധിപത്യം വഹിക്കുന്നതിനാൽ ശനിയുടെ ദശാകാലത്തും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.